ഇനി നമ്മൾ ഒരു നല്ല കാഴ്ചയിലേക്കാണ് പോകുന്നത്. ദി റിയൽ കേരള സ്റ്റോറിയിലേക്ക്. മതങ്ങളുടെ മനോഹരമായ ആത്മബന്ധത്തിന്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് മലപ്പുറം പാണ്ടിക്കാട് തമ്പാനങ്ങാടി. 2 കോടി രൂപ ചെലവിൽ നവീകരിച്ച തമ്പാനങ്ങാടി ജുമാ മസ്ജിദ് ആദ്യമായി തുറന്നു നൽകിയത് ഇതര മതസ്ഥർക്കാണ്. മസ്ജിദ് കാണാൻ എത്തിയ ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രം ഭാരവാഹികൾ അവരുടെ സ്നേഹ സമ്മാനമായി ഒരു ക്ലോക്കും പള്ളി ഭാരവാഹികൾക്ക് കൈമാറി. ശിവരാത്രി ദിനത്തിലാണ് മതസഹോദര്യത്തിന്റെ സന്ദേശം പകർന്ന ഈ മനോഹര കാഴ്ച. 40 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളി നാട്ടുകാരുടെ സഹകരണത്തോടെ 2 കോടി രൂപ ചിലവിട്ടാണ് പുതുക്കിപ്പണിതത്. ഒരേ സമയം 600-ലധികം പേർക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാകുന്ന എയർ കണ്ടീഷൻ സൗകര്യത്തോടെയാണ് നവീകരണം പൂർത്തീകരിച്ചത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മസ്ജിദിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പള്ളി നാട്ടുകാർക്കായാണ് ആദ്യം തുറന്നു നൽകിയത്. തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ ഇതര മതസ്ഥരെ പള്ളി ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. തമ്പാനങ്ങാടി പ്രദേശത്തെ നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും അല്ലാത്തവരുമായ നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ആ പള്ളിയെ ഒന്ന് കാണാനും അതിൽ സന്ദർശിക്കാനും അതൊരു ഉപഹാരം തരാനും വേണ്ടി ഇവിടെ എത്തിപ്പെട്ടതിൽ വളരെയധികം അഭിനന്ദനവും സന്തോഷവും ഈ മഹല്ലത്തിൻ്റെ ഖാദി എന്ന നിലയ്ക്ക് ഞാൻ അറിയിക്കുന്നു. ക്ഷേത്ര ഭാരവാഹികൾ അവരുടെ സ്നേഹോപകാരമായി ഒരു ക്ലോക്ക് പള്ളിയിലേക്ക് സമ്മാനിച്ചു. പള്ളി കമ്മിറ്റിയുടെ വക തിരിച്ച് മധുരവും നൽകി. സമ്മാനങ്ങൾ ചെറുതായിരിക്കാം, വിശ്വാസങ്ങളും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മതങ്ങളുടെ ആത്മബന്ധത്തിന്റെ മനോഹരമായ ഒരു കഥ. ദ റിയൽ കേരള സ്റ്റോറി. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. കണ്ടോ, ശരിക്കും സ്നേഹത്തിന്റെ ഒരു കഥ. കേരള സ്റ്റോറി എന്ന പേരിൽ 2 തവണ 2 സിനിമകൾ ഇറങ്ങി. 2ന്റെയും കഥ നമ്മൾ കണ്ടതാണ്. അതൊന്നും കേരളത്തിന്റെ കഥയേ അല്ല. യഥാർത്ഥ കേരളത്തിന്റെ കഥ ഇതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളം ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം സാഹോദര്യത്തോടെ ഇടപഴകിയുമുള്ളതാണ്. ഇനിയിപ്പോൾ മതവും വിശ്വാസവും അതൊക്കെ ഏത് രീതിയിലായിക്കോട്ടെ, ആചാരങ്ങളും ഏത് രീതിയിലായിക്കോട്ടെ, പക്ഷെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. മനുഷ്യർ തമ്മിലുള്ള സ്നേഹമായി തന്നെ നിലനിൽക്കും. ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള തമ്മിൽ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. പക്ഷെ സ്നേഹം എന്നും സ്നേഹത്തിന്റെ കരുതലായി തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുണ്ടാകാറ്. അല്ലാതെ ബീഫൊന്നും നിർബന്ധിച്ച് കഴിപ്പിക്കുകയോ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഇതുപോലെയുള്ള മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടില്ലേ. ആ പള്ളി കാണാൻ വേണ്ടി അവിടെ എത്തിയ ക്ഷേത്ര ഭാരവാഹികൾ ഒരു സമ്മാനവും കൊടുത്താണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പരസ്പര സ്നേഹം ആ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്.